ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നോക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ രണ്ട് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ കണ്ടതാണ്. രണ്ടെണ്ണവും ആൽക്കഹോൾസ് എന്നായിരുന്നു. ആദ്യത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബൈ ദ ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോൾസിന്റെ ഓക്സിഡേഷൻ വഴി ആൽഡിഹൈഡും കീറ്റോണും പ്രിപ്പയർ ചെയ്യണത്. അത് നമ്മൾ ഏതൊക്കെ ആൽക്കഹോൾസ് ആണ്, ഏതൊക്കെ ഓക്സിഡൈസിങ് ഏജൻസ് ആണ് എടുക്കുന്നത്, അതിനനുസരിച്ചിട്ട് ഏത് തരത്തിലുള്ള എങ്ങനത്തെ ആൽഡിഹൈഡ് അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പഠിച്ചതാണ് ബൈ ദ ഡീഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിന്റെ ഡീഹൈഡ്രോജനേഷൻ വഴി. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ് ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ. ഇനി അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഫ്രം ആൽക്കീൻ. ആൽക്കീനിൽ നിന്ന് എങ്ങനെ നമുക്ക് ആൽഡിഹൈഡ്സും കീറ്റോൺസും പ്രിപ്പയർ ചെയ്യാം? എങ്ങനെയാണ്? ബൈ ഓസോണോളിസിസ്. ഓസോണോളിസിസ് വഴിയാണ് നമുക്ക് ആൽക്കീൻസ് നിന്ന് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താ? O3 ആയിട്ട് റിയാക്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു ആൽക്കീൻ ഈഥീൻ CH2 ഡബിൾ ബോണ്ട് CH2. ഈഥീൻ എന്ത് ചെയ്യും? ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇതിന്റെ കേസിൽ എന്താ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്ന് വെച്ചാൽ, ആദ്യം ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓസോൺ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ റിയാക്ട് ചെയ്തിട്ട് ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഫോം ചെയ്യും. അപ്പം എങ്ങനെയാണ് നമുക്ക് നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓസോൺ എന്ന് പറയുമ്പോൾ O3 ആണ്. അപ്പം 2 ഓക്സിജൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്യും, ഒരു ഓക്സിജൻ ഈ രീതിയിൽ അറ്റാച്ച് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു സൈക്ലിക് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. ഇത് ഫെർദർ ഓൺ റിയാക്ഷൻ വിത്ത് സിങ്ക് ഡസ്റ്റുമായിട്ട് എന്താണ് H2O പ്രസൻസിൽ വീണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ ഇത് ക്ലീവേജ് നടക്കും. എങ്ങനെയാണ് ഇത് ക്ലീവ് ചെയ്യുക? ഇങ്ങനെ ഒരു ഭാഗത്തേക്കും ഇപ്പുറത്തേക്കും ക്ലീവ് ചെയ്യും. ഇങ്ങനെ ക്ലീവ് ചെയ്ത് കഴിഞ്ഞാൽ CH2O അല്ലെങ്കിൽ HCHO തന്നെയല്ലേ CH2O ഒരു പ്രോഡക്റ്റ് CH2O, അതിനെ തന്നെ നമുക്ക് HCHO എന്ന് എഴുതാം. അതാണ് ഫോർമാൽഡിഹൈഡ്. അടുത്തതും അതെ CH2O. അപ്പോൾ 2 മോളിക്യൂൾസ് ഓഫ് HCHO ആണ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ആൽക്കീൻ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സൈക്ലിക് ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. ഇത് സിങ്ക് ഡസ്റ്റുമായിട്ട് വാട്ടറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇത് ഈ രീതിയിൽ ക്ലീവ് ചെയ്തിട്ട് ആൽഡിഹൈഡ്സോ കീറ്റോൺസോ ഏതാണോ നമ്മുടെ റിയാക്റ്റന്റിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ആൽഡിഹൈഡ് ആണ് ഫോം ചെയ്യണത്. ആൽഡിഹൈഡ് ഫോം ചെയ്തു. ഇനി ഇത് എഴുതാനുള്ള ഒരു ഷോർട്ട് കട്ട് എങ്ങനെയാന്ന് വെച്ചാൽ CH2 ഡബിൾ ബോണ്ട് CH2 ഓസോണുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്. അപ്പം എന്താണ്? ഇവിടെ ഈ ബോണ്ട് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഇവിടെ ഓക്സിജൻ കൊടുക്കുക. ഇതാണ് ഒരു ഷോർട്ട് കട്ടിൽ നമുക്ക് എങ്ങനെയാണ് പ്രോഡക്റ്റ് എന്ന് നമുക്ക് ഈ സൈക്ലിക് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഷോർട്ട് കട്ടിൽ ഈ രീതിയിൽ എന്താണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക എന്നുള്ളത് എഴുതാൻ പറ്റും. അതായത് CH2 ഡബിൾ ബോണ്ട് CH2, അതിലൊരു ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പം നോക്കൂ, CH2O അതന്നെയല്ലേ നമ്മൾ എഴുതിയ പ്രോഡക്റ്റ് HCHO. അടുത്തതും അതേ CH2O. അപ്പം 2 HCHO ഫോം ചെയ്തു. ഇങ്ങനെ നമുക്ക് എന്താണ് ഈ റിയാക്ഷൻ ഷോർട്ടായിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് നോക്കാം? CH3 CH2 ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഇത് ഓസോണുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ അതെ ഇത് ബ്രേക്ക് ചെയ്യും. ഇത് ബ്രേക്ക് ചെയ്തിട്ട് സൈക്ലിക് ആയിട്ടുള്ള ഓസോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൈക്ലിക് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. എങ്ങനെയാണ്? CH ഡബിൾ ബോണ്ട് CH2 ആണ്. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഓസോണുമായിട്ട് ഈ രീതിയിൽ റിയാക്ട് ചെയ്തു. ഇനി എങ്ങനെയാ ക്ലീവേജ് നടക്കുക? ഇങ്ങനെ ഒരു മോളിക്യൂളും ഈ രീതിയിൽ ക്ലീവേജ് നടന്നു. അപ്പോൾ അവിടെ നോക്കൂ, CH3 CHO ഒരു പ്രോഡക്റ്റ്. എങ്ങനെയാണ് ഇത്? സിങ്ക് ഡസ്റ്റ് അല്ലെങ്കിൽ സിങ്ക് ഡസ്റ്റ് ഓർ H2O പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് ക്ലീവേജ് നടക്കുക. അപ്പോൾ CH3 CHO ഒരു പ്രോഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് എന്തായിരുന്നു? CH2O അതായത് HCHO. 2 പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഇതിനെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഷോർട്ട് കട്ടിലൂടെ നമുക്കിത് എഴുതാം. കാരണം എന്താ? ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണതായിട്ട് കാണിക്കുക, ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. അപ്പം നോക്കൂ, CH3 CHO HCHO അത് തന്നെയാണ് നമ്മൾ അവിടെ പ്രോഡക്റ്റ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു റിയാക്ഷൻ നോക്കാം. CH3 CH3 ഡബിൾ ബോണ്ട്
CH2. ഈ ഒരു ആൽക്കീന് ഓസോണോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്താണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ് എഴുതാം. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു, രണ്ട് സൈഡിലേക്കും ഓരോ ഓക്സിജൻ വീതം നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെ എഴുതാം? CH3 COCH3 CH3 C ഡബിൾ ബോണ്ട് O CH3 ഒരു കീറ്റോൺ ഫോം ചെയ്തു. അടുത്തത് നോക്കൂ, CH2O അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ എഴുതിയത്? HCHO. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ആൽഡിഹൈഡ്സും കീറ്റോൺസും പ്രിപ്പയർ ചെയ്യണതിൻ്റെ ഒരു മെത്തേഡാണ് നമ്മൾ നോക്കിയത്, ഓസോണോളിസിസ്. ആൽക്കീൻസിൽ നിന്ന് എങ്ങനെ ആൽഡിഹൈഡും കീറ്റോൺസും പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ബൈ ഓസോണോളിസിസ്. ഓസോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട്, ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം സൈക്ലിക് ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും, ഓസോൺ ആഡ് ചെയ്തിട്ട് ഒരു ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഫോം ചെയ്യും. അത് സിങ്ക് ഡസ്റ്റ് അല്ലെങ്കിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഫോം ചെയ്യുന്നത്. നമ്മുടെ റിയാക്ടന്റ്, എടുത്ത റിയാക്ടന്റിന്റെ നേച്ചറിനനുസരിച്ചിട്ട് ചില കേസിൽ ആൽഡിഹൈഡ് ആണ് ഫോം ചെയ്യുക, ചില കേസിൽ ആൽഡിഹൈഡ്സ് കീറ്റോൺസും ഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നോക്കൂ, നമുക്ക് ആൽഡിഹൈഡും കിട്ടി കീറ്റോണും കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഓസോണോളിസിസ് നടത്തിയിട്ട് ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ് പ്രിപ്പയർ ചെയ്യാം.